യതസാഅലൂൻ അഥവാ സൂറത്തുൻ നബ ആരെങ്കിലും ഓതിയാൽ അവൻ അതിനെ ദായിമാക്കുകയും ചെയ്താൽ ആ കൊല്ലം അവൻ മക്കത്തിലേക്ക് മസ്ജിദുൽ ഹറാമിലേക്ക് സന്ദർശിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരാൾ അമ്മ യതസാഅലൂന സൂറത്ത് ഓതിയാൽ ഖിയാമത്ത് നാളിൽ അവർക്ക് ദാഹമില്ലാതെ ദാഹമാകുന്ന സമയത്ത് വെള്ളം നല്ല ദാഹജലം കുടിപ്പിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും പ്രാധാന്യമുള്ള സൂറത്താണ് സൂറത്തുൻ നബ. നബ ചൊല്ലിയിൽ വലിയൊരു സംഭവമാണ്. മക്കയിലെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തങ്ങളോട് വന്ന് ചോദിക്കുന്നു, നബിയെ ഖിയാമത്ത് നാൾ എങ്ങനെ, അന്തിമദിനം എങ്ങനെ, അത് എപ്പോ സംഭവിക്കും, അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, അമ്മ യതസാഅലൂൻ അൻ ഐശൈഇൻ യതസാഅലൂൻ. അവർ ഏത് കാര്യത്തെ കുറിച്ചാണ് പരസ്പരം ചോദിക്കുന്നത്? യസ്അലു ബഅദു ഖുറൈശിൻ ബഅദൻ. ഖുറൈശികൾ ചിലരോട് ചോദിക്കുകയാണ് എന്തിനെ കുറിച്ച്? അനിൻ നബഇൽ ലദീ, വലിയ ഒരു അത്ഭുത കാര്യത്തെ കുറിച്ച്. അത് ചെറിയ കാര്യമൊന്നുമല്ല. മനുഷ്യന്മാരെല്ലാം, ലോകത്തുള്ള മനുഷ്യന്മാരെല്ലാം മരിക്കുകയും മരിച്ചു കഴിഞ്ഞ് വീണ്ടും പുനർജയിക്കുകയും ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് അവർ പരസ്പരം ആരായുന്നത്, ചർച്ച ചെയ്യുന്നത്. തർക്കമാണ് അവർക്കിടയിൽ. ഖുർആൻ പറയാണ്, അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. അവർ ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്. ജനങ്ങൾക്കിടയിൽ രണ്ട് വിഭാഗമായിട്ടുണ്ട്. ഒന്ന് മുഅ്മിനും ബിഹി, ഖിയാമത്ത് നാൾ സംഭവിക്കും, പുനർജന്മം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. വകാഫിറുൻ, മറ്റേ കൂട്ടര് അന്ത്യദിനം ഇല്ല, പുനർജന്മം ഇല്ല എന്ന് നിഷേധിക്കുന്ന രണ്ട് കൂട്ടര് പരസ്പരം തർക്കത്തിലാണ്. അവരോട് മുത്തവാഇദായിക്കൊണ്ട്, എച്ചരിക്കയായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നു, കല്ലാ, അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. സയഅലമൂൻ, അവർ അറിയും. വീണ്ടും പറയാണ്, അത് അറിയുക തന്നെ ചെയ്യും, ഉണ്ടാവും, സംഭവിക്കുക തന്നെ ചെയ്യും. ഖുർആൻ ആവർത്തിച്ച് പറയുകയാണ്, തർക്കിക്കണ്ട. എന്നിട്ട് അല്ലാഹു തആല അതിലേക്ക്, പുനർജന്മത്തിലേക്ക് സൂചിപ്പിക്കുന്ന അത്ഭുത ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ. അല്ലാഹ് ചോദിക്കുന്നു ശേഷം, അലം നജ്അലിൽ മിഹാദാ, അലം നജ്അൽ, നാം നിങ്ങൾക്ക് ആക്കിയില്ലയോ, അല്ല ഭൂമിയെ മിഹാദാ, നല്ല തൊട്ടിലാക്കിയില്ലയോ. മഹ്ദ് എന്ന തൊട്ടിലാണ് ഉദ്ദേശം. ഫിറാശാകൽ മഹ്ദി, തൊട്ടിൽ പോലെ നല്ല ഉല്ലസിക്കാനുള്ള വിരിപ്പാക്കില്ലയോ, താമസിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഭൂമിയിൽ, ആകാശഭൂമി, സൂര്യചന്ദ്രാദികൾ, വെള്ളം, വായു എല്ലാം നൽകിയിട്ട് സൗകര്യപ്പെടുത്തി തന്നില്ലയോ. ഓരോ നിയമത്തിൽ എണ്ണി എന്ന് പറയുകയാണ്. പർവ്വതങ്ങളെ നാം ആക്കിയില്ലയോ, ഭൂമിയിലേക്ക് ആണികളാക്കിയില്ലയോ. ഇന്ന് നമ്മുടെ ഇസ്ലാമിക് വിരോധികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാറുണ്ട്, ഇസ്ലാം ಹೇಳೋದು ഭൂമി ചട്ടയാಗಿದೆ, ಶಾಸ್ತ್ರ ಹೇಳೋದು ಭೂಮಿ ಗೋಳಾಕೃತಿಯಾಗಿದೆ. ಅದಕ್ಕೆ നമ്മൾ സ്വീകരിക്കലുണ്ട്. ഈ ആയത്തിനെ വെച്ചിട്ട് അവർക്കൊക്കെ ആയത്തറിയും. യഥാർത്ഥമായിട്ട് അല്ലാഹു തആല പറയുന്നത് എന്താണ്? ഭൂമി ജീവിക്കാൻ വാസയോഗ്യമാക്കി, വിശാലമാക്കി എന്ന് പറഞ്ഞാൽ അവിടെ വേണ്ടുന്നത് പോലെ സൗകര്യപ്പെട്ട് നാം കൊടുത്തു എന്നാണ് അർത്ഥം.
ഭൂമി എന്നുള്ളത് വെള്ളത്തിന്റെ 3 ഭാഗം വെള്ളം, 1 ഭാഗമാണ് ഭൂമി. ആ ഭൂമി കുലുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല പർവ്വതങ്ങളെ ആണികളാക്കി. വൽജിബാല ഔതാദ, പർവ്വതങ്ങളെ നാം ഭൂമിയിലേക്ക് ആണികളാക്കി. തസ്ബുതു ബിഹൽ അർളു, അതുകൊണ്ട് ഭൂമി ഇങ്ങനെ സുബൂത്തായി നിലനിൽക്കും. എന്നിട്ട് പിന്നെ അല്ലാഹു പറയുന്നു വഖലഖനാകും അസ്വാജ, നിങ്ങൾക്ക് നാം സൃഷ്ടിച്ചിരുന്നു ഇണകളെ, സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ ലോകത്ത് വസിക്കാൻ ആണിനെയും പെണ്ണിനെയും നാം സൃഷ്ടിച്ചു തന്നു. ഇതൊക്കെ അല്ലാഹു സ്മരിപ്പിക്കുകയാണ്, ഓർമ്മിപ്പിച്ചു തരികയാണ് നിങ്ങൾക്ക് ചെയ്ത നിയമത്ത്. എന്നിട്ട് അല്ലാഹു പറയാണ് വജഅൽനാ നൗമകും സുബാത, ഉറക്ക് എന്നുള്ള അനുഗ്രഹം. ഒരു മനുഷ്യർക്ക് ഉറക്കമൊന്നില്ലെങ്കിൽ അവർക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടു എന്നാണ്. അല്ലാഹു പറയാണ് ഉറക്ക് എന്ന അനുഗ്രഹം നാം നിങ്ങൾക്ക് തന്നു. വജഅൽനാ നമാകി, നൗമകും നിങ്ങൾക്കുള്ള ഉറക്കിനെ സുബാത, നല്ല റാഹത്താക്കി. അബദാനിക്കും റാഹത്തല്ലി അബദാനിക്കും, നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് റാഹത്താക്കി നാം തന്നു ഉറക്കിനെ. അത് വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടല്ലേ ഉറങ്ങുന്നത് പറഞ്ഞാൽ മനുഷ്യർ മരിക്കാൻ പോകുന്നു എന്നാണ്. ബിസ്മിക്കല്ലാഹ് നിബിതങ്ങൾ പറഞ്ഞു, ഉറങ്ങുന്ന സമയത്ത് ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യാ എന്ന് പറയുന്ന സുന്നത്തുണ്ട്. അല്ലാഹുവേ നിന്റെ പേര് കൊണ്ട് ഞാൻ അമൂതു മരിക്കുന്നു, ഞാൻ ഹയാത്താകുന്നു ചൊല്ലുന്ന സുന്നത്തുണ്ട്. ഉറങ്ങുന്ന സമയത്ത് 2 കൈകൾ കൂട്ടുപിടിച്ചിട്ട് ഒരു ഫാത്തിഹയും ഖുൽ ഹുവല്ലയും ഫലകും നാസും ഓതിയിട്ട് 2 കൈകൾ കൂട്ടിയിട്ട് അതിലേക്ക് ഓതിയിട്ട് ആ ശരീരഭാഗങ്ങൾ മുഴുവനുമായി തല മുതൽ കാല് വരെ മുമ്പാകമൊക്കെയും തടവിയിട്ട് കിടക്കൽ സുന്നത്തുണ്ട്. കിടക്കുന്ന സമയത്ത് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കൽ സുന്നത്തുണ്ട്. ഖിബല ഭാഗത്തേക്ക് ചെരിഞ്ഞു കൊടുക്കൽ സുന്നത്തുണ്ട്. ആയത്തുൽ കുർസി ഓതൽ സുന്നത്തുണ്ട്. 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ ചൊല്ലൽ സുന്നത്തുണ്ട്. ബിസ്മിക റബ്ബി വദഅതു ജംബി ബിക അർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ എന്ന് ചൊല്ലലും സുന്നത്തുണ്ട്. ബിസ്മിക റബ്ബി വദഅതു ജംബി, എന്റെ റബ്ബേ നിന്റെ പേര് കൊണ്ട് ഞാൻ എന്റെ ഭാഗങ്ങളെ വെക്കുകയാണ്, കിടക്കാൻ പോവുകയാണ്. എല്ലാ കാര്യം നിന്നിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങുകയാണ്. എന്റെ ഉറക്കിൽ നീ എന്റെ റൂഹിനെ പിടിച്ചാൽ നീ റഹ്മത്ത് ചെയ്യല്ലാ. ഉറക്കിൽ നിന്ന് വീണ്ടും എന്റെ റൂഹിനെ തിരിച്ചു തന്നാൽ നീ അതിനെ സൂക്ഷിക്കണമല്ലാ. സ്വാലിഹീങ്ങളായ നിന്റെ അടിമകളെ സൂക്ഷിക്കുന്നത് പോലെ നീ എന്റെ റൂഹിനെയും നീ സൂക്ഷിക്കണമേ അല്ലാ. ഇങ്ങനെ ചൊല്ലലും സുന്നത്തുണ്ട്. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ, പടച്ചവനെ നിനക്കാണ് സ്തുതി, അല്ലാഹുവിനേക്കാണ് സ്തുതി. അല്ലദീ അഹ്യാനാ, എന്നെ ജീവിപ്പിച്ചു, ബഅദമാ അമാതനാ, എന്നെ മരിപ്പിച്ചതിനു ശേഷം. ഉറക്കം എന്നുള്ളത് മരണമാണ്. ഖുർആൻ അങ്ങനെ പറഞ്ഞത് ഉറക്കത്തെ കുറിച്ച് മരണമാണ്. ആ ഉറക്കം എന്നുള്ളത് അനുഗ്രഹമാണ്. ഉറക്കം വരാതിന് വേണ്ടി എത്ര പൈസ കൊടുത്തിട്ട് ഗുളിക വാങ്ങിട്ട് ഉറങ്ങുന്നവരുണ്ട്. ഉറക്കില്ലാതിരുന്നാൽ തലച്ചോറിനും മൈൻഡ് സെറ്റിക്കും ചിന്തയ്ക്കും തകരാറ് വരും. എത്ര വലിയ പിടിച്ച ഇപ്പൊ ഈ കഞ്ചാവ് അങ്ങനെ പറയുന്നത് ഇതൊക്കെ കഴിച്ചിട്ട് ശരീരം പടുക്കാർക്ക് പോയി ഡിറ്റക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി വെച്ചെങ്കിലാണ് എടുക്കുന്ന പണി എന്ത്? ഉറക്കിന്റെ ഗുളിക കൊടുക്കലാണ്, ഉറക്കിന്റെ ഇഞ്ചക്ഷൻ നോക്കലാണ്. അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ അനുഗ്രഹങ്ങളൊക്കെ. അള്ളാഹു തന്നെ പറയാണ് നിങ്ങൾക്ക് നാം ഉറക്കിനാക്കി തന്നു, സുബാത, റാഹത്ത്
റാഹത്തൻ ലിഅബ്ദാനിക നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നല്ല റാഹത്താക്കി തന്നു. വജഅൽനാ അൽ-ലൈല ലിബാസാ രാത്രിയെ നാം ആക്കി ലിബാസൻ സാത്തിറൻ നിങ്ങൾക്ക് മറയുന്നതാക്കി ഇരുട്ടാക്കി ഉറങ്ങാൻ വേണ്ടിയുള്ളതായ സമയമാക്കി സൗകര്യമാക്കി തന്നു. പകലിനെ നാം ആക്കി തന്നു മൈഷത്തിലേക്കുള്ള വഴികളാക്കി തന്നു. പണിയെടുക്കാനും ജോലിയെടുക്കാനും കച്ചവടം ചെയ്യാൻ കൃഷിയെടുക്കാനുള്ള വഴികളെ മൈഷത്തിലേക്കുള്ളതായ സമയമാക്കി തന്നു. നമുക്ക് നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹം നാം നൽകിയിട്ടുണ്ട്. ഭൂമി തന്നു. ആ ഭൂമി കുലുങ്ങാതിരിക്കാൻ അണങ്ങാതിരിക്കാൻ ആ ഭൂമിയിലേക്ക് നല്ല ശക്തമായ ആണികൾ പർവ്വതങ്ങളാകുന്ന ആണികളെ കുറ്റിയടിച്ചു. എന്നിട്ട് ജീവിക്കാൻ ഒറ്റയ്ക്ക് ജീവിക്കാതെ ഒരു ആണും ഒരു പെണ്ണ് രണ്ട് വിഭാഗങ്ങളെ നാം തന്നു. എന്നിട്ട് എനിക്ക് വിശ്രമിക്കാനുള്ള ഉറക്കം തന്നു. ആ വിശ്രമിക്കാൻ ഉറക്കം തന്നിട്ട് അതിന് സൗകര്യപ്പെടുത്ത രാത്രിയും തന്നു. രാത്രി പകലായാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ളതായ സൗകര്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ജോലി ചെയ്യാനുള്ള പകലും തന്നു. ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. അള്ളാഹു നമുക്ക് ആ അനുഗ്രഹങ്ങളെ നല്ലതുപോലെ അനുഭവിക്കാൻ അതിലേക്ക് ശുക്ർ ചെയ്യാനും അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദോഷങ്ങൾ അള്ളാഹു തആല പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ ഈ ഖുർആന്റെ മജ്ലിസിനെ അള്ളാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. റമദാൻ മാസത്തിൽ ചെയ്യുന്ന അമലുകളൊക്കെയും നീ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ദോഷങ്ങളെ പൊറുക്കണേ അല്ലാഹ്. നന്മകളെ സ്വീകരിക്കണേ അല്ലാഹ്. റാഹത്തും ആരോഗ്യം സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ഹഖി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.